എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പച്ചപ്പയർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു മുറുക്ക് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഈ അരിപ്പൊടി പിന്നെ ഈ ഉഴുന്നൊക്കെ വെച്ചിട്ടല്ലേ ഇതുവരെ മുറുക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപയർ യൂസ് ചെയ്തിട്ട് മുറുക്ക് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്തവണ ദീപാവലിക്ക് നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്ക്. ദീപാവലി എന്നല്ല, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ സ്നാക്സ് കൊടുക്കാനൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും ഇത്. കാരണം കുറച്ച് വ്യത്യസ്തമായൊരു മുറുക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ പത്തിരിപ്പൊടി അതൊക്കെ തന്നെ ആ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1/2 ഗ്ലാസ് ചെറുപയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുപയർ നന്നായിട്ട് വേവിച്ച ശേഷം മുളകും വെളുത്തുള്ളിയും ഈ ചെറുപയറും കൂടി മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചുവന്ന മുളകാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത് അരിപ്പൊടിയുടെ കൂടെ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്തിട്ടുണ്ട് ഇതിൽ ഞാൻ. അപ്പോൾ കായം ചേർത്തിട്ട് അരിപ്പൊടി ഈ ചെറുപയർ അരച്ചതും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ മുറുക്കിനൊക്കെ എങ്ങനെയാണ് കുഴക്കുക വെച്ചാൽ അരിപ്പൊടി ഉഴുന്നും കൂടിയിട്ട് എങ്ങനെ നമ്മൾ കൈ കൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കുക വെച്ചാൽ അതേപോലെ തന്നെ ഇതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. അല്ലെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റാക്കി ഒരു മാവാക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാനിത് കുഴച്ചെടുത്തതിന് ശേഷം എരിവ് കുറച്ച് കുറവായ കാരണം എൻ്റെ എരിവിനനുസരിച്ച് കുറച്ചൊരു മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചു. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ചുവപ്പ് നിറവും നമുക്ക് മുറുക്കിന് കിട്ടും. എന്നിട്ട് നമ്മൾ മുറുക്ക് അച്ചിൽ ഇട്ടിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ ഇതുപോലെ പിഴിഞ്ഞ് മുറുക്ക് പോലെ നമുക്ക് പിഴിഞ്ഞ് എടുക്കുക. ഞാൻ ആ സ്റ്റാറുള്ള അച്ചാണ് ഈ മുറുക്ക് അച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചൂടോടെ എണ്ണയിലേക്ക് അത് പിഴിഞ്ഞിട്ടിട്ട് നമുക്ക് 2 സൈഡ് നല്ല ബ്രൗൺ ആയതിന് ശേഷം കോരി എടുക്കാം. സൈഡ് തിരിച്ചിട്ടിട്ട് നല്ല ബ്രൗൺ ആയതിന് ശേഷം കോരി എടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. എന്നാലും പറയുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് ക്രിസ്പാവണം, വറുത്ത് കോരുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മുറുക്കാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. കുറച്ചൊരു വ്യത്യസ്തമായൊരു റെസിപ്പിയുടെ ഒരു കൂട്ടും കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുള്ളത്, നമ്മൾ സാധാരണ ഈ ഉഴുന്ന് മാവും കടലമാവൊക്കെ ചേർത്തിട്ട് മുറുക്കുണ്ടാക്കുമ്പോൾ നമ്മൾ പിഴിയുമ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ട് തോന്നും. പക്ഷേ ഇതിൽ ചെറുപയർ വേവിച്ച് ചേർത്ത കാരണം അത് പിഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിഴിയാൻ പറ്റും, നല്ല ലൂസായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതൊരു പ്ലസ് പോയിൻറ്റും കൂടിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും വേണം. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം വളരെ വാല്യുബിളാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.